കറുപ്പും വെളുപ്പിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലെ നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുമ്പോഴത്തേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലമുറ മാറ്റവും. കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ദേശീയ തലത്തിൽ ഒരു പുതിയ നേതൃത്വം വന്നിരിക്കുന്നു. അതിൻ്റെ പോളിറ്റ് ബ്യൂറോയിലെ പുതിയ വയസ്സായ ആൾക്കാരെല്ലാം, നരച്ച ആൾക്കാരെല്ലാം മാറി പുതിയ രക്തം ഇൻഫ്യൂസ് ചെയ്തൊക്കെയാണ്. പോളിറ്റ് ബ്യൂറോയിൽ മാറിയ മാതിരി തന്നെ പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ട് ശ്രീ മരിയൻ അലക്സാണ്ടർ ബേബി, നമ്മളെ പ്രാക്കുളത്തുകാരൻ, കൊല്ലം പ്രാക്കുളത്തുകാരൻ, ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ട് ചുമതലയേറ്റു. ഞാൻ കഴിഞ്ഞ മുൻപൊരു വീഡിയോയിൽ നമ്മൾ ചെയ്തിരുന്ന മാതിരി ഇന്ത്യയിൽ ഒട്ടനവധി സംസ്ഥാനങ്ങൾ ഉണ്ട്. കൃത്യമായിട്ട് ഏതൊക്കെ സംസ്ഥാനങ്ങളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ശിവൻകുട്ടിയോട് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞുതരാം ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളുണ്ട്. ഇപ്പോൾ സംസ്ഥാനങ്ങളിൽ അക്ഷരമാലാക്രമത്തിൽ ആദ്യത്തെ 2-3 പട്ടിക ഉണ്ടാക്കുകയാണെങ്കിൽ ആദ്യത്തിൽ വരുന്നതാണ് അരുണാചൽ പ്രദേശ് എന്ന് പറയുന്ന ഒരു സംസ്ഥാനം ഇന്ത്യയിലുണ്ട്. ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമാണ്. ഇവിടെ പല പ്രാദേശിക കക്ഷികളും ഭരിച്ചു, കോൺഗ്രസ് ഭരിച്ചു, ഇപ്പോൾ BJP ഭരിക്കുന്ന ഒരു സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. വിദ്യാഭ്യാസ വിചക്ഷണനും രണ്ടാം മുണ്ടശ്ശേരി എന്ന് അറിയപ്പെടുന്ന ശ്രീ കേരളത്തിലെ വിദ്യാഭ്യാസത്തെ ലോക നിലവാരത്തിലെത്തിച്ച ശ്രീ MA ബേബിക്ക് അറിയാമായിരിക്കും അങ്ങനെ ഒരു സംസ്ഥാനം ഉള്ള കാര്യം. ഇത്രയും കാലത്ത് ഡൽഹി വാസത്തിൽ അറിഞ്ഞില്ലെങ്കിൽ ഇനിയെങ്കിലും അതൊന്ന് ആലോചിക്കുന്നത് നല്ലതാണ് അരുണാചൽ പ്രദേശ് എന്ന് പറഞ്ഞൊരു സംസ്ഥാനത്തെ പറ്റിയിട്ട്. ഇപ്പൊ അരുണാചൽ പ്രദേശും CPM തമ്മിൽ എന്താ ബന്ധമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബന്ധവുമില്ല. അതാണ് ബന്ധം. അരുണാചൽ പ്രദേശിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് ഒരു ഘടകമില്ല എന്നുള്ളതാണ് ഇവിടെ ഞാൻ എൻ്റെ പ്രേക്ഷകരോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു സത്യം. എന്തുകൊണ്ട് ഇന്ത്യയിലും ബാക്കി എല്ലാ സ്ഥലങ്ങളിലും സംസ്ഥാന കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും ലോക്കൽ കമ്മിറ്റിയും ഏരിയ കമ്മിറ്റിയും ബ്രാഞ്ച് കമ്മിറ്റിയും ഒക്കെ ഉള്ള ഒരു പാർട്ടി ആണ് CPM എന്നാണ് നമ്മുടെ വൈപ്പ്. എന്തുകൊണ്ട് അരുണാചലിലും മാത്രം പാർട്ടിക്ക് ഇതുവരെ ഒരു ഘടകം ഉണ്ടാക്കാൻ പറ്റിയില്ല? ഇന്ത്യയിലെ 3 സ്റ്റേറ്റ് ഭരിച്ച ഒരു പാർട്ടിയാണ്. മറ്റ് 7ഓളം സംസ്ഥാനങ്ങളിൽ നിയമസഭയിൽ അംഗങ്ങളുള്ള ഒരു പാർട്ടിയാണ്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് അരുണാചൽ പ്രദേശിനോട് ഇത്ര വിവേചനം കാണിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് പുതിയ ദേശീയ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് ഇന്ത്യയിലെ ഒരു സംസ്ഥാനമായ അരുണാചൽ പ്രദേശിലും ഒരു താൽക്കാലിക കമ്മിറ്റിയെങ്കിലും ഉണ്ടാക്കി ശ്രീ ബേബിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി എന്നുള്ള പ്രവർത്തനത്തിൻ്റെ ഒരു നാഴികക്കല്ലാകാൻ ആ പ്രവർത്തനത്തിന് സാധിക്കും. ഇന്ത്യയിൽ 100ഓളം വർഷം തികയാൻ പോകുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യക്ക് ഘടകമില്ലാത്തൊരു സംസ്ഥാനത്ത് പുതിയ ഘടകങ്ങൾ, എത്രയോ വേക്കൻസികളാണ് അവിടെ വരുന്നത്. പിന്നെ AKG സെന്റർ പോലെ കയ്യേറി കെട്ടിടം കെട്ടാനുള്ള സ്ഥലം അരുണാചൽ പ്രദേശിൽ ഇഷ്ടംപോലെ കിടപ്പുണ്ട്. ജില്ലാ കമ്മിറ്റികൾ തന്നെ എനിക്ക് തോന്നുന്നു 10-12ഓളം ജില്ലാ കമ്മിറ്റികൾ ഉണ്ടാക്കാനുള്ള സൗകര്യമുണ്ട്. ലോക്കൽ കമ്മിറ്റികൾ, ഏരിയ കമ്മിറ്റികളൊക്കെ ഉണ്ടാക്കാനുള്ള സൗകര്യം അവിടെ ഉണ്ട്. ഒത്തിരി പേരെ പാർട്ടിയിലോട്ട് കൊണ്ടുവരാൻ സാധിക്കും. അരുണാചൽ പ്രദേശിലെ ഒത്തിരി പേരെ നമുക്ക് CPM-ലോട്ടും SFI-ലോട്ടും DFI-ലോട്ടൊക്കെ മാറ്റാൻ പറ്റും. അത് എന്തുകൊണ്ടാണ് ഇതുവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ അതിനെപ്പറ്റി ചിന്തിക്കാത്തതെന്നുള്ളത് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കിതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല. എൻ്റെ മാന്യ പ്രേക്ഷകർക്ക് അതിൻ്റെ ഉത്തരം കിട്ടുകയാണെങ്കിൽ ദയവായി കമൻറ്റ് ബോക്സിൽ ഇടുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വിജയിപ്പിക്കുക. നന്ദി, നമസ്കാരം.